ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി. അപ്പോൾ ഇന്നലത്തെ ബാക്കി റീഡിംഗ് ആണ് പാർട്ട് 2. നിങ്ങൾ ഏത് ദിവസമാണോ നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കുന്നത് ആ ഒരു ദിവസം ഒരിക്കലും മറക്കത്തില്ല. അത് നോട്ട് ചെയ്ത് വയ്ക്കും കലണ്ടറിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു എനർജിയിൽ നിങ്ങൾ ജീവിക്കും. എന്ത് കോൺഫിഡൻസോടെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങളിലും ഇതേ കോൺഫിഡൻസ് വരും. നിങ്ങൾ ഈ ഒരു എനർജിയിൽ ജീവിക്കും. നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ആവുന്ന ആ ഒരു എനർജി. ഇവിടെ 2026 തന്നെ പല ഡേറ്റുകളും നിങ്ങൾക്ക് ഇത്രയും നല്ലതാവും, നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ആ രീതിയിൽ നല്ലതാവും. ഇവിടെ നിങ്ങൾ എഴുതി വയ്ക്കും, എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ഒരു ദിവസമായിരുന്നു ഇത് എന്ന് നിങ്ങൾ എഴുതി വയ്ക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതേപോലൊരു ദിവസം വേറെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ഇങ്ങനൊരു ദിവസം ഉണ്ടായത്. താങ്ക് യു സോ മച്ച് ദൈവമേ, എനിക്ക് ഇങ്ങനൊരു ദിവസം തന്നതിന് എന്ന് നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ സമയം നിങ്ങളുടെ ഫേവറിലാകുന്നതനുസരിച്ച് നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മുഖത്ത് ആ ഒരു ഗ്ലോ ഉണ്ടാകും. നിങ്ങളുടെ മനസ്സ് നല്ല സന്തോഷമായിട്ടിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സ്വയം മനസ്സിലൊരു സന്തോഷം ഇപ്പോൾ ഉണ്ടാകുന്നതായിട്ട്, വസ്ത്രധാരണ രീതിയിൽ ഒരു ചേഞ്ച്നെസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് എപ്പോഴും ഇടുന്ന വസ്ത്രമല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കണമെന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരുന്നു. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ അത് തോന്നിപ്പിക്കൂ. കാരണം എപ്പോഴും ഒരേ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ നിങ്ങൾ ശ്രമിക്കൂ. പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമുക്ക് പുറത്ത് കാണേണ്ട വരത്തില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. എപ്പോഴും സ്വയം നമ്മൾ തന്നെ ഹീലാകേണ്ട അവസ്ഥയുണ്ട്. മിക്കപ്പോഴും നമ്മുടെ ആ ഒരു ചാബി നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും, പക്ഷെ നമ്മളത് പുറത്ത് അന്വേഷിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ചേഞ്ചസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ കൊണ്ടുവന്ന് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലൊരു ഹീലിങ്ങും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഹിഡൻ ആയിട്ട് എന്തോ ഒരു കഴിവുണ്ട്. അതായത് ഒരു കസ്തൂരി മൃഗത്തിന് തൻ്റെ ദേഹത്താണ് കസ്തൂരി എന്ന് അറിയത്തില്ല, പക്ഷേ അത് ഇപ്പോൾ എല്ലായിടവും അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു, ഇത് എവിടെ നിന്നാണ് ഈ മണം വരുന്നത് എന്നുള്ള രീതിയിൽ. അതേപോലെ നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ പുറത്ത് തേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഹിഡൻ ആയിട്ടുള്ള ടാലൻ്റ് ഉണ്ട്, പക്ഷേ ചിലപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വേറൊരു വ്യക്തി നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ഹിഡൻ ടാലൻ്റ് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കി തരുമായിരിക്കും. അതായത് അവർ പറയുന്ന ഒപ്പീനിയൻ കേട്ടിട്ട് നിങ്ങൾക്കും തോന്നും ഒരു പ്രാവശ്യം അവർ പറയും പോലെ ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ സക്സസ് ആയാലോ എന്ന്. ചിലപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങൾക്ക് തോന്നിപ്പിക്കും എനിക്ക് ഇങ്ങനൊരു കഴിവുണ്ടല്ലോ, ഈ കഴിവൊന്ന് നോക്കാം, അപ്പോൾ സക്സസ് ആയാലോ എന്ന്. ഇവിടെ 2026 തന്നെ നിങ്ങൾക്ക് ഇങ്ങനൊരു ടാലൻറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ടാലൻറ്റ് നിങ്ങൾ പുറത്ത് കാണിക്കും. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു വ്യക്തിയുടെ ലൈഫിൽ എപ്പോഴാണോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആകുന്നത് അപ്പോഴായിരിക്കും അവർക്ക് അവരുടെ ആ ഒരു കഴിവ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു മുമ്പേ അവർ അവരെ തന്നെ ഒരു നോർമൽ വ്യക്തിയായിട്ടാണ് കാണുന്നത്. പിന്നെ എപ്പോഴാണോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആകുന്നത് അതിന് ശേഷമാണ് ഇവർക്ക് മനസ്സിലാകുന്നത്. മാതാ പാർവതി ദേവി, ആ അമ്മയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭദ്രകാളി അമ്മയായിട്ട് മാറിയത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അമ്മയ്ക്ക് പോലും അറിയത്തില്ല അമ്മയുടെ ഉള്ളിൽ ഇങ്ങനൊരു ശക്തി ഉണ്ട് എന്ന്. കാരണം അസുരന്മാരെ ആക്രമണം ചെയ്യാൻ വന്നപ്പോൾ അമ്മയ്ക്ക് ഈ ഒരു ശക്തി പുറത്തെടുക്കേണ്ട അവസ്ഥ വന്നു. കാരണം ദേവകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അമ്മ ഈ ഒരു ഊർജത്തിൽ വന്നത്. കാരണം അവരെ രക്ഷിക്കണമെങ്കിൽ വേറെ ആരുമില്ല അമ്മയല്ലാതെ. അപ്പോൾ അമ്മയുടെ ഈ ഒരു ഉള്ളിലുള്ള ആ ഒരു ഊർജം എന്താണോ അത് പുറത്തു വന്നു. കാരണം അമ്മയ്ക്ക് അറിയാം എനിക്കിത് ചെയ്യണം, ഇവരെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അമ്മയുടെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ നടന്നത്. അതേപോലെ നിങ്ങൾക്കും ഒരു കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും. നമ്മളെപ്പോഴും നമ്മുടെ ആ ഊർജത്തിനെ ഹൈഡാക്കി വയ്ക്കും. എപ്പോഴാണ് നമ്മുടെ ലൈഫിൽ മോശം സാഹചര്യം വരുന്നത് അപ്പോഴായിരിക്കും ഈ ഒരു ഊർജം പുറത്ത് വരുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വേറെ ഒരു നിവർത്തിയുമില്ല, ഇതല്ലാതെ വേറെ ഒരു നിവർത്തിയുമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ഊർജം നമുക്ക് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ഥിതി വളരെ നോർമലും സാധാരണവുമായിട്ടുള്ള സ്ഥിതിയാണ്. പക്ഷേ എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു ശക്തി വേണ്ട ഒരു സ്ഥിതി വരുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള ഊർജം പുറത്ത് വരുന്നു.
ഇവിടെ ഇങ്ങനെയുള്ള സ്ഥിതി വരുമ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പേടിയും ആക്ഷൻ എടുക്കാൻ പേടിയുള്ള അവസ്ഥയും, ഒരു സ്ഥലത്ത് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ, ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാതെ പേടിച്ച് മാറി നിൽക്കും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ പേടിച്ച് മാറി നിൽക്കരുത്. നിങ്ങളുടെ മുന്നിൽ എന്താണോ ഓപ്ഷൻ, ആ ഒരു ഓപ്ഷന് വേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കുക ചൂസ് ചെയ്ത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളൊരു പീസ് മേക്കറാണ്. മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനും ശാന്തി കൊടുക്കാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു. അതായത് ഒരു നെറ്റ്വർക്ക് പോലെ, വൈഫൈ കണക്റ്റ് ആകുന്ന ഒരു നെറ്റ്വർക്ക് പോലെ. കാരണം നിങ്ങളുടെ ആ ഒരു ഊർജ്ജം മറ്റുള്ളവരെ ശാന്തരാക്കുന്നു. ഇവിടെ നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് ഒരു വ്യക്തിയെ കാണുന്നു, അവരുടെ ആ ഒരു ദുഃഖം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഇങ്ങനെ പലപ്പോഴും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അമ്പലത്തിൽ പോയാലും പുറത്ത് പോയാലും ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളപ്പോൾ പെട്ടെന്ന് അവരെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തോന്നും, ദൈവമേ എനിക്കിത് മാത്രം എന്താ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ സാധിക്കുന്നത് എന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യവും വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ദേഷ്യം വരാൻ കാരണം നിങ്ങൾ സ്വയം ടെൻഷൻ അനുഭവിക്കുന്നവരാണ്. പിന്നെ മറ്റുള്ളവരുടെ ടെൻഷനും കൂടെ നിങ്ങൾ എങ്ങനെയാണ് അനുഭവിക്കേണ്ടത്? അങ്ങനെ ആലോചിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും നിങ്ങൾക്ക്. ഈ ഒരു കാര്യത്തെ പോസിറ്റീവ് വേയിൽ എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർ ഒരിക്കലും അങ്ങനെ ഇങ്ങനെ ആരോടും അവരുടെ ദുഃഖം ഷെയർ ചെയ്യത്തില്ല. നിങ്ങളെ കാണുമ്പോൾ അവർക്ക് തോന്നും, നിങ്ങളുടെ ആ ഒരു സ്വഭാവമോ നിങ്ങളുടെ സംസാര രീതിയോ അവർക്ക് തോന്നിപ്പിക്കും നിങ്ങളോട് അവരുടെ ടെൻഷനും വിഷമവും പറയാമെന്ന്. അങ്ങനെയാണ് അവർ പറയുന്നത്. ഇവിടെ ആൾക്കാർക്ക് നിങ്ങളിൽ ട്രസ്റ്റ് വരുന്നു. അതുകൊണ്ടാണ് അവർ നിങ്ങളോട് പറയുന്നത് അവരുടെ കാര്യങ്ങൾ. നിങ്ങൾ ഒരിക്കലും ഭഗവാനല്ല, നിങ്ങൾ ഒരു മനുഷ്യനാണ്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഓറ അത്രയ്ക്ക് മറ്റുള്ളവർക്ക് ശാന്തിയേകുന്നത് കൊണ്ടാണ് അവർ നിങ്ങളോട് അവരുടെ വിഷമം പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കോവിലിൽ പോകുമ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ കണ്ണുനീര് വരുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇതെന്താ പെട്ടെന്ന് കണ്ണുനീരിങ്ങനെ വരുന്നത് എന്ന്. അതായത് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലൊന്നും തോന്നിക്കാണത്തില്ല. പക്ഷേ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, തലയിൽ ആരോ കൈവച്ച് അനുഗ്രഹിക്കും പോലെ, കരയണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, അങ്ങനെ ചിലപ്പോൾ തോന്നും. ഈ ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവിക ഊർജ്ജം നമ്മളുടെ കൂടെ ഉള്ളപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആൾക്കാർ നിങ്ങളോടല്ല അവരുടെ വിഷമം പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ആ ദൈവിക ഊർജ്ജമില്ല, അവരോടാണ് ആ വിഷമം അവർ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തോ നല്ല കർമ്മം, നല്ലൊരു റിവാർഡിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കർമ്മയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യവും കർമ്മയായിട്ട് മാറും. കാരണം മറ്റുള്ളവരുടെ ആ ഒരു ദുഃഖം കേട്ടിട്ട് നിങ്ങൾ അവർക്ക് ഒരു ഹീലിംഗ് കൊടുക്കുന്നില്ലേ, അതും ഒരു നല്ല കർമ്മമായിട്ട് നിങ്ങൾക്ക് ഫലിക്കുന്നതാണ്. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് നിങ്ങളെ ഞാൻ പീസ് മേക്കർ എന്ന് പറഞ്ഞത്. നിങ്ങളൊരു പീസ് മേക്കറാണ്. ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവർ ചിലപ്പോൾ കുറേ നാളായിട്ട് നിങ്ങളോട് സംസാരിക്കത്തില്ല. പക്ഷെ അവർക്ക് എപ്പോഴാണ് ടെൻഷൻ വരുന്നത് അപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു. കാരണം നിങ്ങളിൽ നിന്ന് അവർക്കൊരു ഹീലിംഗ് ലഭിക്കുന്നു. അതുകൊണ്ടാണ്. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹീലിംഗ് പവർ ഉള്ളത് കൊണ്ട് തന്നെ അവർ പല ചോദ്യങ്ങളും നിങ്ങളോട് ചോദിക്കും. ആ ചോദ്യത്തിനുള്ള ആൻസർ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഹീലിംഗ് പവറിൽ നിന്നാണ്. ഇവിടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ കൂടെ ഉള്ളവർക്ക് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവർ ആ ഒരു അദൃശ്യ ശക്തിയോട് കാര്യങ്ങൾ ചോദിക്കും. ഇവിടെ നിങ്ങൾക്ക് പല ആൾക്കാർക്കും എന്തോ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എൻ്റെ റീഡിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റീഡിങ്ങിൽ നിന്നോ കിട്ടിയിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ചോദ്യങ്ങളുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചോദ്യമായിക്കൊള്ളട്ടെ, അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. കമൻറ്റിൽ പോലും പറയരുത്. അത് ഈശോനോട് നിങ്ങൾ ചോദിക്കുക. അതിനുള്ള ആൻസർ ഈശോ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ, മറ്റുള്ള ആൾക്കാരുടെ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ഏത് റീഡിങ്ങിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന്. അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ട്രസ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ നമ്പർ എനിക്ക് എന്തിനാണ് ദൈവമേ കാണിച്ചത്, ഈ നമ്പറിൻ്റെ ഉത്തരം എന്താണ് എന്ന് നിങ്ങൾ ഓരോ നമ്പർ കാണുമ്പോഴും അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കും നിങ്ങൾ. ഇവിടെ ഈ ഒരു നമ്പറിൻ്റെ കാര്യം എടുത്ത് വയ്ക്കുകയാണെങ്കിൽ എല്ലാവർക്കും നമ്പർ കാണാൻ പറ്റത്തില്ല. യൂണീക്കായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ യൂണിവേഴ്സിൻ്റെ ആ ഒരു നമ്പർ കാണാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഫെദർ, ഞാൻ പറഞ്ഞ ബേഡ്സ്, അത് എല്ലാവർക്കും കാണണമെന്നില്ല. യൂണീക്കായിട്ടുള്ള ആൾക്കാർക്ക് അത് കാണത്തുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ചില സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്നത് അതുപോലും യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ സ്വപ്നം പോലും കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർ പറയും നിങ്ങൾക്ക് വട്ടാണെന്ന്. ആ രീതിയിലുള്ള പല എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും ലൈഫിൽ.
അത് നമ്മൾ കൂടുതലായിട്ട് സ്പിരിച്വൽ ആവുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വട്ടാണെന്നായിരിക്കും ചില ആൾക്കാർ പറയുന്നത്. ചില ആൾക്കാർ പറയും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭക്തി കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് പറയും. അപ്പോൾ നമ്മൾക്കറിയാമല്ലോ നമ്മുടെ ഉള്ളിൽ എന്താണ് നമ്മൾക്ക് തോന്നുന്നതെന്ന്. അത് മറ്റുള്ളവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമുക്കറിയാലോ. അത് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ എല്ലാ രീതിയിലുമുള്ള ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് തന്ത്രവിദ്യ, ബ്ലാക്ക് മാജിക്, മോശം ദൃഷ്ടി അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വരികയാണ്. ഇവിടെ നിങ്ങളുടെ കൂടെ ഇങ്ങനൊരു ന്യായം സംഭവിക്കുന്നതാണ്. അത് നിങ്ങൾ എഴുതി വയ്ക്കും. നിങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ദൈവമേ ഇങ്ങനൊരു ന്യായം എനിക്ക് ലഭിക്കുമെന്ന്. അങ്ങനെ നിങ്ങൾ എഴുതി വയ്ക്കും. ഇവിടെ ഏത് വ്യക്തിയാണോ നിങ്ങളുടെ കൂടെ അന്യായം ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം ആ വ്യക്തിയുടെ ലൈഫിൽ അങ്ങനെ ഇങ്ങനെ എന്തോ ഒരു മോശം സംഭവിക്കും. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ മോശം ചെയ്തവരാണ് എന്ന്. അങ്ങനെ എന്തെങ്കിലും മോശം സംഭവിക്കുമ്പോൾ അവരുടെ ലൈഫിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിലായിരിക്കത്തില്ല, വേറൊരു വ്യക്തിയുടെ കയ്യിലായിരിക്കും. കാരണം വലിയൊരു ടവർ മൂവ്മെൻ്റ് ആയിരിക്കും അവർ ഫേസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വ്യക്തിയാണ് നിങ്ങളെ ദ്രോഹിച്ചത് എന്ന്. ഇവിടെ കഴിഞ്ഞു പോയ ദിവസത്തിലും ഇങ്ങനൊരു റീഡിങ് ഞാൻ ചെയ്തായിരുന്നു. അതായത് നിങ്ങളുടെ നേർക്ക് തന്ത്രവിദ്യ, ബ്ലാക്ക് മാജിക് ഇതെല്ലാം ചെയ്ത വ്യക്തിയുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ മുന്നിൽ വരാൻ പോവുകയാണ്. അവരുടെ കള്ളത്തരം നിങ്ങളുടെ മുന്നിൽ വരാൻ പോവുകയാണ് എന്ന്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്കൊരു ന്യായം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് എന്ന് നോക്കുമ്പോൾ അവരുടെ ലൈഫിൽ വളരെ മോശം സ്ഥിതികൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ നിങ്ങളോട് മോശം ചെയ്ത ആൾക്കാരുടെ ലൈഫിൽ എല്ലാം നല്ലതായിട്ട് പോകുന്നുണ്ട് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഇനി എന്താണ് അവരുടെ ആ ഒരു ലൈഫിൽ നടക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾക്ക് പുറത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ മുന്നേയും ഞാൻ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കൂടെ പല ന്യായങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ഇതുവരെയും അറിയാൻ സാധിച്ചില്ല. കാരണം അത് പുറത്ത് വന്ന് ഇട്ടില്ല. പക്ഷേ ഇനി പതുക്കെ പതുക്കെ അതും പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ ഒരു സന്തുലനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആ ഒരു തീരുമാനം എടുക്കാനുള്ള ആ ഒരു കഴിവ് മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കുന്ന രീതിയിലാകുന്നതാണ്. അത്രമാത്രം ഒരു കഴിവ് ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്കുണ്ടാവുന്നതാണ്. കാരണം നിങ്ങൾ അത്രയ്ക്ക് ഷാർപ്പ് മൈൻഡായിട്ട് അത്രയ്ക്ക് നല്ലതായിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഇവിടെ നിങ്ങളെടുക്കുന്ന ആ ഒരു തീരുമാനം കണ്ടിട്ട് നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ ചുറ്റിലുമുള്ളവർക്കുമെല്ലാം അത്ഭുതം തോന്നും. അവർക്ക് പോലും എടുക്കാൻ പറ്റാത്ത പല തീരുമാനങ്ങളും നിങ്ങൾ എടുക്കുന്നു ലൈഫിൽ. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പ്രശംസ അല്ലെങ്കിൽ പണം അത് നിങ്ങൾക്ക് മാത്രമല്ല ലാഭം ഉണ്ടാകും, നിങ്ങളുടെ ഫാമിലിക്കും ലാഭം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതിലൂടെ. ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഹീലിംഗ് ലഭിക്കുന്നത്, നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും നിങ്ങൾക്കാണ് ഹീലിംഗ് ലഭിക്കുന്നതാണ്. ഇത് അങ്ങനെ ഒരു ആധാരം ഉണ്ടാകും. ഇതിൽ നിന്ന് ലൈഫ് വളരെ നല്ല സുന്ദരമായിട്ട് രീതിയിൽ പോകും എന്നുള്ള. ഇത്രമാത്രം സ്മൂത്ത് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. അങ്ങനെ ലൈഫ് മാറുന്നതാണ്. നിങ്ങളുടെ ആ ഒരു തീരുമാനം 100% ശരിയാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരു കൺഫർമേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് തോന്നും 2 പവർ ചേർന്ന് ഒറ്റ പവറായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന്. കാരണം നിങ്ങളല്ല അത് ചെയ്യുന്ന, വേറൊരാൾ ചെയ്യുന്നത് പോലെ അത്രയ്ക്ക് പവർ നിങ്ങളുടെ ഉള്ളിൽ വന്നതുപോലെ നിങ്ങൾക്ക് ഫീലാകും. ഇനി നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ഈ രീതിയിൽ ബൂസ്റ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് പോലും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, ആ രീതിയിൽ ബൂസ്റ്റ് ആവുന്നതാണ്. ഇവിടെ നിങ്ങൾക്കൊരു സൈക്കിക് ഹീലിംഗ് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു സൈക്കിക് ഹീലിംഗ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ തടസ്സങ്ങളാണോ വരുന്ന ആ ഒരു തടസ്സങ്ങളെല്ലാം ദൂരെ മാറ്റിക്കളയുന്നു. ഇനി ഒരു രീതിയിലുമുള്ള നെഗറ്റിവിറ്റി നിങ്ങളുടെ മേൽ വരത്തില്ല. ഇവിടെ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു തലവേദന, ക്ഷീണം ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തോ മോശം ദൃഷ്ടി നിങ്ങളുടെ മേൽ വന്നു എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് സുഖമില്ലാതെ ആവുന്നു, നിങ്ങളുടെ എനർജി വളരെ ലോയിലോട്ട് പോകുന്നു. ഇത് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് തോന്നത്തില്ല. മിക്കപ്പോഴും പുറത്ത് പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു തോട്ട്സ് ഉണ്ടാകുന്നു. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ദൃഷ്ടി വരുന്നു ആൾക്കാരുടെ. അതാണ് മെയിൻ പ്രശ്നം. അതായത് ആരെങ്കിലും നിങ്ങളോട് പറയണ ഇന്ന് നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വരും.
ഒന്നുകിൽ തലവേദന വരിക, അല്ലെങ്കിൽ തലയിൽ ഒരു ഭാരം പോലെ, അല്ലെങ്കിൽ ജലദോഷമോ ചുമയോ പനിയോ എന്തെങ്കിലും വരും. ആരെങ്കിലും നിങ്ങളെ ആ ഒരു സൗന്ദര്യത്തെക്കുറിച്ചോ നിങ്ങളുടെ വേഷത്തെക്കുറിച്ചോ എന്തെങ്കിലും നല്ലത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കൺദൃഷ്ടി വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുന്നു. ഇനി നിങ്ങളുടെ വർക്കിൽ ആരെങ്കിലും പറയണ ഞങ്ങളുടെ ജോലി നല്ലതായിട്ടാണല്ലോ പോണത് എന്ന് പറയുക തന്നെ ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും വർക്കിൽ എന്തെങ്കിലും പ്രോബ്ലം വരും. ഇവിടെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഈ ഒരു കാര്യങ്ങളിൽ ഒരു മാറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഊർജ്ജം ഇത്രമാത്രം പോസിറ്റീവ് ആവുകയാണ്, നിങ്ങളുടെ ലൈഫ് തന്നെ സെക്യൂർ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് നേരെ നെഗറ്റിവിറ്റി സെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രഭാവം പോലും നിങ്ങളുടെ ഉള്ളിൽ വരികയില്ല. ഇവിടെ ഒരു വ്യക്തിക്ക് പ്രതിരോധ ക്ഷമത കൂടുതലായിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അങ്ങനെ ഒരു അസുഖം അവർക്ക് ഉണ്ടാവത്തില്ല. രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർക്കാണ് പെട്ടെന്ന് അസുഖം വരുന്നത്. ഇത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പോസിറ്റിവിറ്റി ഇത്രത്തോളം വരുന്നു, നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റി പേടിച്ച് ഓടുന്ന അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു നെഗറ്റിവിറ്റിയുടെയും ആ ഒരു എഫക്റ്റ് നിങ്ങളുടെ മേൽ വരികയില്ല. ഒരു സമയം പല കാര്യങ്ങളും അറിയാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കും. അതായത് കുറച്ച് സ്പിരിച്വലായിട്ട് നിങ്ങൾ എന്തിനെങ്കിലും കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നൽ വരുന്നു, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആരായിരുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇല്ല എങ്കിൽ ഞാൻ എന്ത് മോശം കർമ്മം ചെയ്തിട്ടാണ് എനിക്ക് ജീവിതത്തിൽ ഇത്രമാത്രം അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ നിങ്ങൾ അറിയാൻ ശ്രമിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് സംഭവിച്ചാലും നിങ്ങൾ ചിന്തിക്കും, ഞാൻ അങ്ങനെ എന്ത് ചെയ്തിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു അനുഭവം എനിക്ക് ലഭിച്ചത്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കും. കഴിഞ്ഞ ജന്മം റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വിചാരമായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആരായിരുന്നു എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ സ്വയം നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ നിങ്ങളുടെ ആ ഒരു രാശിയിലേക്ക് പോകുന്നതായിട്ട്, രാശിഫലം അറിയാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതല്ല എങ്കിൽ എന്തെങ്കിലും അറിവ് സമ്പാദിക്കുന്നതിനെ കുറിച്ചായിരിക്കും, നിങ്ങളുടെ കഴിവ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അങ്ങനെ നിങ്ങൾ കുറേ നേരം ഒരു ബോറും ആവാതെ ഏകാഗ്രതയോടെ എന്തോ എഴുതുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആ ഒരു രുചി എന്താണോ അതനുസരിച്ച് നിങ്ങൾ വർക്കഹോളിക് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് കാര്യമാണെങ്കിലും ഏകാഗ്രതയോടെ നിങ്ങൾ ചെയ്യുന്നതായിട്ട്. ഇതെപ്പോഴാണോ നിങ്ങൾക്ക് ലൈഫിൽ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത്, അപ്പോൾ 8 8 8 ആ ഒരു എനർജി കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ അബണ്ടൻസിനെ കുറിച്ച്, നിങ്ങളുടെ ആ ഒരു സ്വപ്നം എന്താണോ അതിൽ നിങ്ങൾ എത്തുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. ഇവിടെ നമ്പർ കണ്ടതിന് ശേഷം ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ വിചാരിക്കുക നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്ന്. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ വഴി പോകാനാണ്. ഇവിടെ 8ൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ ശരിയായ വഴിയിൽ പോവുകയാണ്, നിങ്ങൾക്ക് ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. നിങ്ങൾ വർക്കഹോളിക് ആകുന്നതാണ്, നിങ്ങളുടെ ജോലിഭാരം കൂടുകയും ചെയ്യുന്നതാണ്. എന്ത് ജോലിയാണോ നിങ്ങൾ വളരെ നല്ലതായിട്ട് ചെയ്യുകയും അതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു ഉപയോഗം ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ലൈഫ് ടൈം നിങ്ങൾക്ക് ആ ഒരു ജോലി കൊണ്ട് ഉപയോഗം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ലൈഫ് ടൈം എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയുടെ ആ ഒരു സൈനാണ്. ഇൻഫിനിറ്റിയുടെ സൈനാണ് നമ്പർ 8. ഇവിടെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ വിചാരിക്കരുത് കുറച്ച് സമയത്തേക്കാണ് ചെയ്യുന്നതെന്ന്. ലൈഫ് ടൈമാണ് നിങ്ങൾ ആ ജോലി ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും അത് ലൈഫ് ടൈം നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിച്ചാലും നിങ്ങളുടെ ആ ഒരു പേടി ആദ്യം നിങ്ങൾ പുറത്ത് കളയുക. എന്ത് സന്തോഷം ലഭിച്ചാലും സന്തോഷത്തോടെ അതിനെ എൻജോയ് ചെയ്യുക. അപ്പം നിങ്ങളപ്പോൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്ത് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും അത് സ്റ്റേബിളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് തന്നെ വിചാരിച്ചോളൂ. നിങ്ങളുടെ സമയം നല്ലതാകുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ ഒരു മാറ്റം ഉണ്ടാകും. കുറച്ച് യോഗ എക്സസൈസ്, നിങ്ങളുടെ ആ ഒരു ശരീരത്തിൽ വർക്ക് ചെയ്യുക. അതായത് വണ്ണം ഉള്ളവരാണെങ്കിൽ വണ്ണം കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ സമയം നല്ലതായി വരുമ്പോഴാണ് നമ്മൾ അതിലൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾ ഉപായമല്ല ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്വന്തം കെയറാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മഹത്വം കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത്രമാത്രം കറങ്ങി തിരിഞ്ഞ് വന്ന ആളാണ്, അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് മഹത്വം കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ
ജീവിതം മാറും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.